സംഗതിയും നമുക്ക് സ്വന്തമായ ചില നിഗമനങ്ങളും നിലപാടുകളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനൊരു ധാരണ ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ജോർജ് പൊടിപാറയും നിസാം സയ്യിദും ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. എനിക്കതിനോട് കൂടെ കൂട്ടിച്ചേർക്കാനുള്ള അഹിംസ മറ്റൊരു സംഗതിയാണ്. നമ്മൾ പിന്നെ ഇതുവരെ കണ്ടതിനേക്കാൾ വളരെയധികം സങ്കീർണമായ ചില കാര്യങ്ങൾ ഇതിലേക്ക് ഉൾച്ചേർന്ന് വരുന്നത്, UDF രാഷ്ട്രീയത്തിലേക്ക് ഉൾച്ചേർന്ന് വരുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കാണുകയാണ്. താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ചെന്നിത്തലയുടെ അടക്കമുള്ള ഇന്ത്യ എക്സ്പ്രസ്സിലെ പരസ്യമൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും പുതുതായി വന്നൊരു സംഗതി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ മറ്റൊരു വ്യത്യസ്തമായ തലം കൂടെ തോന്നുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന SMFൻ്റെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അസ്ലം മഷൂർ തങ്ങൾ പിന്നെ മലപ്പുറം ചെമ്മാട് ദാറുൽ ഹുദയിൽ വെച്ച് നടന്ന ഈ ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന വേളയിൽ നടത്തിയ ഒരു പ്രസംഗം. അവിടെ സാദിഖ് അലി തങ്ങളുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്. അവരെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ UDFന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായി വരും, വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു ആദ്യം പറയുന്നു, രണ്ടാമത് പറയുന്നു വരും എന്ന് പറയുന്നു. അത് പിന്നെ വെറുതെ ഒരു നേതാവിനെ വേദിയിലെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവേശഭരിതനായ ഒരു അനുയായി ഭക്തൻ പ്രസംഗിച്ചു എന്നതിനപ്പുറത്തേക്കാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അത് വെറുതെ പറയുന്ന ഒരു പ്രസ്താവനയായിട്ടല്ല, അല്ലെങ്കിൽ വെറുതെ പറയുന്ന പ്രസംഗമായിട്ടല്ല. അത് പരിഗണിക്കുമ്പോൾ ഇപ്പോൾ പൊടിപാറ പറഞ്ഞ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സതീശൻ എമർജ് ചെയ്ത് നിൽക്കുന്ന ഒരു വൈബ്രൻറ്റ് ലീഡർ, ഒരു ജനനായകൻ എന്നുള്ള ആ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ UDF സഹായിച്ച ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്, എല്ലാവർക്കും അറിയും. അപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ PK കുഞ്ഞാലിക്കുട്ടി അടുത്ത മുഖ്യമന്ത്രിയായി വരണമെന്ന് ഒരു വേദിയിൽ പറയുമ്പോൾ അതെവിടുന്നാണ് ആ ഒരു നിലപാട്, അല്ലെങ്കിൽ ആ ഒരു തലം, അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായ ഗതി ഉരുത്തിരിഞ്ഞ് വരുന്നത് അങ്ങനെയാണ് എന്നുള്ളത് സ്വാഭാവികമായും ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വളരെ നിർണായകമായ ചില പ്രശ്നങ്ങൾ ഈ UDFൽ ഉയർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ KC വേണുഗോപാലിനെ കുറിച്ച് പറയുന്നു. KC വേണുഗോപാലിനെ കുറിച്ച് ആ തരത്തിൽ കാണേണ്ടതില്ല എന്ന് പറഞ്ഞാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, പ്രഷർ അത്രത്തോളം അനുഭവിക്കേണ്ടി വരാത്ത ഒരു നേതാവാണ്. ക്ലെയിമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചെന്നിത്തല, KC, VD സതീശൻ, അതിൽ നാലാമതൊരാൾ കൂടിയായി K കുഞ്ഞാലിക്കുട്ടിയുണ്ട് എന്നുള്ളത് മാത്രമല്ലേ താങ്കൾ പറയുന്ന നിർണായകമായ വിഷയം എന്ന് പറയുന്നത്? 4 ക്ലെയിമുണ്ട് UDFൽ എന്നല്ലേ? അതല്ല ഞാനതല്ല അജിംസ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ക്ലെയിം നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനത്തെ ക്ലെയിം വരുമ്പോൾ ഈ ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും UDF നേതാക്കൾക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾക്കുണ്ട്. അങ്ങനത്തെ ക്ലെയിം വരാതെ സെറ്റിൽ ചെയ്യാൻ, വന്നിട്ട് സെറ്റിൽ ചെയ്യാനല്ല, വരാതെ സെറ്റിൽ ചെയ്യാൻ. അപ്പോൾ അത്തരം ഒരു ക്ലെയിം വരുമ്പോഴേക്ക് അത് ലീഗ് നേതൃത്വവും കൂടെ അറിഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ചും VD സതീശൻ കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഇത്തരത്തിൽ ഒരു പ്രസംഗമധ്യയാണെങ്കിലും ഇങ്ങനൊരു സംഗതി വരുന്നത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയുടെ ആ റേസിലേക്ക് വരുന്നു എന്നുള്ള നിലയിലേ അല്ല. അദ്ദേഹം അങ്ങനൊരു റേസിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന നേതാവല്ല. UDFൻ്റെ ഇപ്പോഴത്തെ ആ ഒരു നില വെച്ച് കെട്ടുറപ്പ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും പോസ്റ്റുകളൊക്കെ വന്നേ ചോദിച്ചേക്കാം നാളെ ലീഗ്. കുഞ്ഞാലിക്കുട്ടി ഒരു മന്ത്രിസ്ഥാനം കൂടി ചോദിച്ചേക്കാം, അതാണോ? അത് 2011 മന്ത്രിസഭയിൽ ഉണ്ടായതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ലല്ല, അതൊന്നുമല്ല. ഞാൻ അതിലേക്കൊന്നും വന്നിട്ടില്ല അജിംസേ. ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞ കോൺഗ്രസ്സിൽ ഉയരുന്ന ഇപ്പോഴത്തെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ചേരിപ്പോരിൻ്റെ ചേരിപ്പോര് വരെ അടുത്ത് നിൽക്കുന്ന ഒരു ലാഞ്ചനയുണ്ടല്ലോ, അത് ശമിപ്പിക്കാൻ ഇതൊരു മറുമരുന്നായിട്ട് കണ്ട ആൾക്കാരുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഞങ്ങൾ അതാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊന്ന് തീരുമാനമാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലെയിം ചെയ്യും, വേഗം തീരുമാനമാക്കൂ, അങ്ങനൊരു. അതെ, ആ ക്ലെയിം ഉയർന്നു കഴിഞ്ഞു. ഇനി അല്ല, ആ ക്ലെയിം ഉയർന്നു കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ ക്ലെയിം ഉയർന്നു കഴിഞ്ഞു. ഇനി ആ ക്ലെയിം സെറ്റിൽ ചെയ്യണമെങ്കിൽ
ഇപ്പോൾ സെറ്റിൽ ചെയ്യാനും ഉയർത്താനും സെറ്റിൽ ചെയ്യാനും തങ്ങൾക്ക് കഴിയും എന്ന് ചിലർക്ക് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. അത് സതീശനുമുണ്ട്, ലീഗിനുമുണ്ട്. അത് ഒരു പേരുകാരനിലേക്ക്, പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന പേരുകാരനിലേക്ക് ചുരുക്കേണ്ട കാര്യമില്ല. കാര്യം ആ വേദിയിൽ സാദിഖലി തങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തൊരു പേരുകാരനേ ഉള്ളൂ, വി ഡി സതീശൻ. ഇപ്പുറത്തെ ലീഗ് എന്നുള്ള പാർട്ടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം പേര് ഉയർത്താനും അത്തരം പേര് ചർച്ചയിൽ വരാതിരിക്കാനും തങ്ങളെ കൊണ്ടാകും എന്ന് സതീശന് വേണ്ടി ബോധ്യപ്പെടുത്തുക എന്നുള്ളതുകൂടെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബാക്ക് പേജിൽ കണ്ടില്ലായിരുന്നു. എന്താണ് ലോങ് മാർച്ച് ഓഫ് എ കോൺഗ്രസ് മാൻ എന്നാണല്ലോ അതിൻ്റെ ഹെഡിങ് തന്നെ, ബാക്ക് പേജിൽ ഫുൾ പേജ്. ആ പേജിൽ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ മൊത്തം വർണ്ണിച്ചിരിക്കുകയാണ്. എന്തിനാണ്, ആരെയാണത് ബോധ്യപ്പെടുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഉണ്ട് ഇവർക്ക്. ആർക്ക്? കെ സി വേണുഗോപാലിനല്ല, രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശനുമുണ്ട്. യു ഡി എഫ് ജയിച്ചാലുമുണ്ട്, യു ഡി എഫിന് ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ഉണ്ട്. രണ്ട് തരത്തിലും അതുണ്ട്. കാര്യം അവരുടെ അടുത്ത ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണ്, വരുന്ന തസ്തിക, അതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ കെ സി വേണുഗോപാൽ അതില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അദ്ദേഹം കൂടെ ഇരുന്നുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ, കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ നേരെ ഇങ്ങ് വന്ന് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കും എന്നൊന്നും ഞാൻ കരുതുന്നതേയില്ല. അതിൻ്റെ ഒന്നും കാര്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പകരം നേരത്തെ തന്നെ റീഗ്രൂപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ കോൺഗ്രസ്സിൽ, ഇപ്പോഴല്ല ഒരു കൊല്ലമായിട്ട്. അതിൽ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമാണ് ഒന്നിച്ചു നിൽക്കുന്നത്. അതല്ലാതെ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ കെ സി വേണുഗോപാലും വി ഡി സതീശനും ഒന്നിച്ചല്ല നിൽക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു അഡ്ഹോക് സി എം എന്നുള്ള നിലയിൽ തന്നെ വരാൻ സാധ്യതയുള്ള റോളാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകാൻ ഒരുപക്ഷെ വലിയ സാധ്യതയുള്ളത്. അതില്ലാതാവുക അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കടന്നിരിക്കുക എന്നുള്ളത് വി ഡി സതീശൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലാണ് ലീഗിൻ്റെ അധ്യക്ഷനും ഏറ്റവും സുപ്രധാന പദവിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ പദവിയുള്ള നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി ഉള്ള സദസ്സിൽ വെച്ച് ഈ തരത്തിൽ ഒരു സംഭാഷണം വരികയും ചെയ്യുന്നത്. അത് നിഷ്കളങ്കമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പുറകിൽ ഒരുപാട് മാനങ്ങളുണ്ട്. ആ മാനങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും കൽപ്പിച്ചാൽ പണ്ടത്തതുപോലെ ഇപ്പോൾ എന്തിനധികം 2021 രമേശ് ചെന്നിത്തലയെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി വേണ്ടെന്ന് പറഞ്ഞു, രമേശ് ചെന്നിത്തല വേണ്ടെന്ന് പറഞ്ഞില്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം ആ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണല്ലോ ഡൽഹിയിൽ ചെന്നിട്ട് മുല്ലപ്പള്ളിയെ മാറ്റി കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയെ മാറ്റി ഇദ്ദേഹത്തെ വി ഡി സതീശനെയും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അതുപോലുള്ള പരിപാടിയൊന്നും ഇത്തവണ നടക്കില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനം വേറൊരു നേതാവിലൂടെ ഇവരിരിക്കുന്ന വേദിയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.